1191 മാർക്ക് വാങ്ങിയിട്ടുള്ള യുഎസ്ടി ആണ് നമ്മുടെ കൂടെയുള്ളത്. 99.2% എങ്ങനെയാണ് യുഎസ്ടി കരസ്ഥമാക്കിയത്, എന്തൊക്കെ ടെക്നിക്കാണ് യൂസ് ചെയ്തത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഫോളോ ചെയ്തത് എന്നൊക്കെ നമുക്ക് യുഎസ്ടിയുടെ അടുത്ത് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. അപ്പൊ ഈ മാർക്കൊക്കെ കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു പാരന്റ്സിന്റെ ഒക്കെ റിയാക്ഷൻ? എല്ലാവർക്കും ഭയങ്കര ഹാപ്പി തന്നെയായിരുന്നു. സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? സ്കൂളിൽ അങ്ങനെ ഉണ്ടായിന്. അല്ല, ഞാൻ എക്സാമിന്റെ സമയത്ത് മാത്രം പഠിക്കുന്നത്, സ്റ്റഡി ലീവിന് പഠിക്കുന്ന മാത്രം പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യില്ലേ? ഇത്തവണത്തെ +2 പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 1191 മാർക്ക് വാങ്ങിയിട്ടുള്ള യുഎസ്ടി ആണ് നമ്മുടെ കൂടെയുള്ളത്. 99.2% എങ്ങനെയാണ് യുഎസ്ടി കരസ്ഥമാക്കിയത്, എന്തൊക്കെ ടെക്നിക്കാണ് യൂസ് ചെയ്തത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഫോളോ ചെയ്തത് എന്നൊക്കെ നമുക്ക് യുഎസ്ടിയുടെ അടുത്ത് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. അപ്പൊ യുഎസ്ടി, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു സ്കോറിലേക്ക് എത്തിയത്? ആദ്യമേ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത് തന്നെ, പക്ഷെ എന്നാലും ഇംഗ്ലീഷ് മാർക്കൊക്കെ ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അപ്പൊ അത് അറിയുന്നുണ്ടായിട്ട് ബാക്കിയൊക്കെ എക്സ്പെക്ട് ചെയ്തത് തന്നെയായിരുന്നു. ആണോ? +1 എത്ര ഉണ്ടായിരുന്നു? +1 518 ഉണ്ടായിന്. +2 1191. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മുടെ എക്സാമിനറിന്റെ ക്ലാസ്സസ് മാത്രമാണോ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഉയര ബാച്ച്, വേദ ബാച്ചിൽ നീറ്റിന് വേണ്ടിയിട്ട് തന്നെ വേദ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാണ്. അപ്പൊ ഓൺലൈൻ ക്ലാസ് മാത്രം കണ്ടിട്ട് പഠിച്ചു. അപ്പൊ ഈ മാർക്കൊക്കെ കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു പാരന്റ്സിന്റെ ഒക്കെ റിയാക്ഷൻ? എല്ലാവർക്കും ഭയങ്കര ഹാപ്പി തന്നെയായിരുന്നു. എല്ലാരും ഭയങ്കര സന്തോഷത്തില്. സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? സ്കൂളിൽ അങ്ങനെ ഉണ്ടായിന്, സ്കൂൾ ഫസ്റ്റ് തന്നെ ഉണ്ടായത്. അപ്പൊ എല്ലാരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ. അപ്പൊ എങ്ങനെ പഠിച്ചിരുന്നേ? അതായത് തലേന്ന് പഠിക്കുന്ന ടൈപ്പ് ആയിരുന്നോ അതോ നേരത്തെ തന്നെ ആദ്യം മുതൽ പഠിച്ചിരുന്നു? അല്ല, ഞാൻ എക്സാമിന്റെ സമയത്ത് മാത്രം പഠിക്കുന്നത്, സ്റ്റഡി ലീവിന് പഠിക്കുന്ന ടൈപ്പ് മാത്രം പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യില്ലേ? അത് അങ്ങനെ എനിക്ക് തോന്നല്ല. ഞാൻ ഇത് അത്ര ടഫ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെന്നെ ഞാൻ പഠിക്കും. അപ്പൊ ഞാൻ ടഫ് എന്ന് വിചാരിച്ച് പഠിക്കല്ല. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ വിചാരിക്കും യൂട്യൂബ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അതന്നെ മതിയാവും. അങ്ങനെ വിചാരിച്ച് പഠിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അത്ര ടഫായിട്ട് തോന്നല്ല. ആദ്യം തന്നെ മൈൻഡിനോട് പറയൂലേ, വലിയ പരിപാടിയൊന്നും ഇല്ല, അത്രയും ഉണ്ടാവൂല. അതന്നെ പോയിട്ട് അറിയുന്നല്ലേ ഏത് അത്രയും ഉണ്ടാവും. അത് രാവിലെ ഒക്കെ എണീറ്റിരുന്ന് പഠിക്കോ? നേരത്തെ എക്സാമിന്റെ സമയത്ത് മാത്രം, മറ്റേ സമയത്തൊന്നും എണീക്കല്ലേ. എക്സാമിന്റെ സമയത്ത് നേരത്തെ എണീക്കും? എക്സാമിന്റെ സമയത്ത് നേരത്തെ എണീക്കും. എന്നിട്ട് വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യില്ലേ? അനിയത്തിയാണല്ലേ? അനിയത്തിയും 10th അല്ലായിരുന്നു. ഇപ്പൊ രണ്ടുപേരും ക്രൂഷ്യലായിട്ടുള്ള ക്ലാസ്സുകളിലായിരുന്നു. ഒരാള് 10th, ഒരാള് 12th. രണ്ടുപേരും നേരെ പഠിച്ചോളൂ. ഓക്ക് ഫെബ്രുവരിയിലെ എക്സാം തുടങ്ങി. അപ്പോൾ ഓള് മുമ്പേ പഠിക്കാൻ തുടങ്ങി. എനിക്ക് പിന്നെ മാർച്ച് ആയതുകൊണ്ട് അത്ര ഇതുണ്ടായിട്ടില്ല, പ്രശ്നം ഉണ്ടായി. ഇപ്പൊ നമ്മുടെ എക്സാമിനറിന്റെ ആപ്പിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫീച്ചർ ഏതാ? അത് യൂസ്ഫുൾ ആയി തോന്നിയത്? റെക്കോർഡഡ് ക്ലാസ് നല്ല പാവണം, പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോൾ എന്താ ബെനിഫിറ്റ് തോന്നിയിട്ടുള്ളത്? റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോൾ ഞങ്ങൾക്ക് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ലൈവ് ക്ലാസ്, ലൈവ് ചാറ്റും അങ്ങനത്തെ എന്തെങ്കിലും, പിന്നെ ടീച്ചേഴ്സ് തന്നെ ചില സമയം ഡിസ്ട്രാക്ട് ആയി പോകും ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ, ചാറ്റ് കാണും അങ്ങനെ. അപ്പോൾ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നല്ലോണം ടൈം സേവ് ചെയ്യാൻ പറ്റും റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ. അതാകുമ്പോൾ ടോപ്പിക് വൈസ് ഇരുന്നിട്ട് കാണാനും പറ്റും. ഞങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് മാത്രം കാണാം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും എടുത്ത് കാണാൻ പറ്റും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നീ ഏതാ ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? എനിക്ക് ബയോളജി. അത് എടുക്കും, പിന്നെ പഠിച്ചിട്ടില്ലെങ്കിലും കിട്ടുന്ന ഒരു സബ്ജക്ട് ബയോളജി. ബയോളജിയാണ് ഇഷ്ടം. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഫാക്കൽറ്റി ഏതാ ഇവിടുത്തെ? അർച്ചന മിസ്, സ്നേഹ മിസ്, ATR മിസ് എല്ലാവരും ഇഷ്ടമാണ്. ബയോളജി എടുക്കുന്ന എല്ലാവരും ഇഷ്ടമാണ് അല്ലേ? അലക്സ് സാറ്, ദിൽഷ മിസ്. എനിക്ക് ഫിസിക്സ് നല്ലോണം ഇഷ്ടമാകുന്ന കാരണം അലക്സ് സാർ തന്നെ. അപ്പൊ നമ്മുടെ മാർക്ക് കളഞ്ഞത് ഇംഗ്ലീഷാണ്. അപ്പൊ ഇംഗ്ലീഷ് പൊതുവെ എങ്ങനെയാ പഠിക്കാറ്? ഇംഗ്ലീഷ് അങ്ങനെ ഞാൻ എക്സാമിന്റെ സമയത്ത് മാത്രം പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് വായിക്കും, പിന്നെ കുറച്ച് എങ്ങനെ എഴുതി നോക്കും, സമയത്തിൽ എഴുതാൻ പറ്റുന്നുണ്ടോ. ടൈം മാനേജ്മെന്റ് അല്ലേ നല്ലോണം ഇമ്പോർട്ടന്റ്. അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. നമ്മൾ എക്സാം ഒക്കെ എഴുതുന്ന പോലെ ടൈം സെറ്റ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് പോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യലുണ്ട്. അപ്പൊ ഈ ചില കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവില്ലേ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര മാർക്കൊന്നും കിട്ടില്ല, ഓഫ്ലൈൻ നേരിട്ട് തന്നെ വേണം, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അത് ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിസ്ട്രാക്ട് ആവുന്ന കുട്ടികളുണ്ടാവില്ല, വേഗം ഇതാകാൻ പോകുന്ന, പിന്നെ അവരോട് ആരെങ്കിലും പഠിക്കുമെന്ന് പറയാതെ പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും നല്ലത്. പക്ഷെ കുറച്ച് ഡിസിപ്ലിനോട് ഡിസ്ട്രാക്ട് ആവാൻ പറ്റാതിരിക്കുന്നവർക്ക് ഓൺലൈൻ ക്ലാസ് ബെറ്ററാണ്. പിന്നെ
പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ മാത്രം മതി എന്ന് എന്തായാലും പ്രശ്നം എക്സാം ടൈം ആകുമ്പോൾ നമുക്കൊരു ചൂടൊക്കെ വരുമല്ലോ അല്ലെ. അപ്പൊ എങ്ങനെയാ എക്സാമിനർ ആപ്പ് ആരാ സജസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ എങ്ങനെ കണ്ടേ? ഞാൻ യൂട്യൂബിൽ തന്നെ ആദ്യം കണ്ടത്. എത്രാം ക്ലാസ് മുതൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്? ഞാൻ +1 തൊട്ട് നോക്കിയത് തന്നെ, +1 +2 ഫുൾ എക്സാമിനർ നോക്കി. അപ്പോ തന്നെ കണ്ടുപിടിച്ചാണ് എക്സാമിനർ. അപ്പൊ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ എക്സാമിനറിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാണെന്ന് പറഞ്ഞപ്പോ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവര് കുഴപ്പമില്ല, അതിൽ ചേർന്നോ പ്രശ്നമില്ല. അതായത് ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് വേണ്ടാന്നൊന്നും പറഞ്ഞു? അല്ല, അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞപ്പോ അവര് ഓക്കെ പറഞ്ഞു. അതെ, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സ് ആണല്ലേ. എന്ത് പറഞ്ഞാലും അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്, എന്തായാലും പഠിച്ചെടുക്കും. അവരിങ്ങനെ പഠിക്കുന്നൊക്കെ പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യാറുണ്ട്? ഇല്ല ഇല്ല, അവര് പറയലേ ഇല്ല, തന്നെ ഇരുന്ന് പഠിക്കുന്ന ടൈപ്പാണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും വേറെ സ്ട്രാറ്റജി എന്തെങ്കിലും യൂസ് ചെയ്തിരുന്നോ? ഇപ്പൊ ചിലവരുണ്ടാവില്ല, നമ്മളിങ്ങനെ ക്ലാസ് കാണുമ്പോൾ തന്നെ നോട്ട്സ് തന്നെ എഴുതും, അല്ലെങ്കിൽ കുറെ വട്ടം റിവിഷൻ ചെയ്യും, ഉറങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഫോർമുലൊക്കെ പഠിക്കും, അങ്ങനെ ഏതെങ്കിലും ടെക്നിക്കൊക്കെ യൂസ് ചെയ്യും? ഞാൻ ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയ നോട്ട്സ് എഴുതിയില്ല. ഒരു എക്സാമിന് ആദ്യം ഒന്നും കൂടിയേ ഒരു ചാപ്റ്റർ ആദ്യം മുതലേ നോട്ട്സ് ഉണ്ടാക്കും. അതെ, ഫിസിക്സിനും കെമിസ്ട്രി എങ്ങനെയാണെന്ന് ആക്കല്, നോട്ട്സ് ആദ്യം മുതലേ ഉണ്ടാക്കും. മാത്സ് ഓൾറെഡി ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് അതൊക്കെ ചെയ്ത് നോക്കും. ബയോളജി വേറെ ഒന്നും ചെയ്യില്ല, ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചു, അത് മാത്രം വായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ ബയോളജി കിട്ടും. അപ്പൊ ഈ മുന്നേ മലയാളം മീഡിയം ആയിരുന്നു അത് ഇംഗ്ലീഷ് മീഡിയം? ഇംഗ്ലീഷ് CBSE-യിലായിരുന്നു. CBSE-യിലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ? അതുകൊണ്ട് മാത്രം എക്സാമിന്റെ സമയത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് കുഴപ്പമുണ്ടാവില്ല എന്നിട്ട് എക്സാമിന്റെ സമയത്ത് മാത്രം പഠിക്കല്. അപ്പോഴാണ് +1 ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞത്. എന്നിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്തുമ്പോൾ ഇംഗ്ലീഷ് ശരിയായി. പിന്നെ ഈ വർഷം ടൈം മാനേജ്മെന്റ് അത്ര ശരിയായിട്ട് ഇംഗ്ലീഷിന്, പിന്നെ അതിൽ കുറച്ച് മാർക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ കുറഞ്ഞു. ഓക്കെ. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇത്രയും മാർക്കൊക്കെ കിട്ടി, ഇനി എന്താണ്? ഇനി നീറ്റ് എഴുതി ഡോക്ടർ ആവണമെന്ന്. റിപ്പീറ്റ് ചെയ്തിട്ട് നല്ലൊരു ഡോക്ടർ ആവണം, അതിൽ തന്നെ ഇന്നത് സ്പെഷ്യലൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമുണ്ട്, അത് പിന്നെ അപ്പത്തേക്ക് മാറുമല്ലോ എല്ലാം, ഏത് ഫീൽഡിൽ പോകണം. അപ്പൊ എങ്ങനെയാണ് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നേ? ആരെങ്കിലും കണ്ട് ഇൻസ്പയർ ആയതാണോ? അങ്ങനെ പറയാം. എനിക്ക് 10th വരെ വേറെ ആഗ്രഹം ഉണ്ടായിരുന്നു. 10th വരെ ഏതായിരുന്നു ആഗ്രഹം? 10th വരെ എനിക്ക് സ്പേസ് സയന്റിസ്റ്റ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് +1 ബയോളജി ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഡോക്ടർ ആവണം തന്നെ ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഡോക്ടർ ആയാൽ മതി എന്ന് പറഞ്ഞപ്പോ അവരും സപ്പോർട്ടാണ്. അപ്പൊ അത് മെറിറ്റിൽ തന്നെ കിട്ടി, നല്ലൊരു സ്ഥലത്ത് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ ഇനിയിപ്പോ എക്സാമിനാണ് ഇപ്പൊ കുട്ടികൾ കുറേ പേരുണ്ടാവില്ല, ഇപ്പൊ +1ലേക്ക് ജോയിൻ ചെയ്യാനുള്ളവരുണ്ടാവും, +2ലേക്ക് ജോയിൻ, ഇവർക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, വേണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. എക്സാമിനത്തെ ക്ലാസ്സസ് എങ്ങനെയാണ്, നല്ല മാർക്ക് കിട്ടുമോന്ന്. അപ്പൊ അവരോടൊക്കെ എന്താണ് യൂസ്വലി പറയാം? അവരോടൊക്കെ ഞാൻ ഓൺലൈന് ബാച്ചിൽ ചേരുന്നത് നല്ലത് തന്നെ. യൂട്യൂബ് നോക്കുന്നെങ്കിലും കുഴപ്പമുണ്ടാവില്ല, അതിലും ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻഡെപ്ത് ക്ലാസ്സസ് വേണമെങ്കിൽ ബാച്ചിൽ ചേരുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ അത് കംപ്ലീറ്റ് NCERT ലൈൻ ബൈ ലൈൻ ടീച്ച് ചെയ്യുന്ന പോലെയാണ്. അതിൽ കുറേ സെഷൻസ് ഉണ്ടാവും, ഞങ്ങൾക്ക് അത് നോക്കിയാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് കിട്ടുമായിരിക്കും. അപ്പൊ നമ്മളിപ്പോ യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ്? റിവിഷൻ പോലെയാണോ ഫീൽ ചെയ്യാറ്? യൂട്യൂബിൽ 1 ഷോട്ട് കണ്ടാൽ തന്നെ ഓൾമോസ്റ്റ് ആ ചാപ്റ്റർ ഏകദേശം മനസ്സിലാവും. അതിനുശേഷം പിന്നെ ടോപ്പിക് വൈസ് കാണണമെങ്കിൽ ബാച്ചിലേക്ക് വരും. അപ്പം യൂട്യൂബും ബാച്ചും NTRL ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതായത് ഒന്നിൽ കുറച്ചൊന്ന് കട്ട് ഷോർട്ട് ചെയ്തിട്ടാണ്, ബാച്ച് ആകുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ USD കൂട്ടി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എല്ലാവരും യൂസ് ചെയ്യുക. അതിപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, യൂട്യൂബ് ക്ലാസ്സസ് തന്നെയല്ലേ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതല്ല എന്ന് തന്നെയാണ് ആര് പറയുന്നത്, നമ്മുടെ USD പറയുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ച് മതി. ഇപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ നീറ്റൊക്കെ നമ്മൾ ആദ്യം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക്, ഇപ്പോൾ ചിലവരൊക്കെ ഉണ്ട് ഉയരയിൽ മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ, ഒപ്പം നീറ്റ് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? +2ൻ്റെ ഒപ്പം പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ വേദയുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ? ആദ്യം എല്ലാം കാണുന്നുണ്ടായിനി, പിന്നെ +2 തന്നെ നല്ലോണം ഇതാവും. അതെനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ടായില്ല, എനിക്ക് അങ്ങനെ രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ ലാസ്റ്റ് ക്ലാസ്സസ് നോക്കി ലീവിൽ മാത്രം 1 മന്ത് മാത്രം അത് മാത്രം പഠിച്ചിട്ട് പിന്നെ ഈ വർഷം എക്സാം എഴുതിയിട്ടുണ്ടായത്. ഇപ്പൊ നേരത്തെ പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ മിസ്സായ മാർക്ക് കിട്ടും തോന്നുന്നുണ്ടോ? ഉണ്ടാവുമായിരിക്കും, എന്തായാലും കിട്ടുമായിരിക്കും. +1 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ കിട്ടുമായിരിക്കും. കമ്പാരിറ്റീവ്ലി ഏതാ എളുപ്പമായിട്ട് തോന്നി? +1 ആണോ +2 ആണ് എളുപ്പമായിട്ട് തോന്നി സബ്ജക്ട്സ് ഒക്കെ? +1 എന്താ വെച്ചാൽ ഞാൻ +1 ആദ്യം മുതലേ പഠിക്കുന്നുണ്ട്, +2 കുറച്ച് ഉഴപ്പി, അങ്ങനെ എക്സാമിന്റെ സമയത്ത് മാത്രം അങ്ങനെ പഠിക്കുന്ന പോലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ നേരെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് വില്ലനായത് ടൈം മാനേജ്മെന്റിലാണ്, ബാക്കി എല്ലാ സബ്ജക്ട്സും അപ്പൊ കുഴപ്പമില്ല. ബാക്കി എല്ലാത്തിനും ടൈം കറക്റ്റ്
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാറുണ്ടോ? അതേ കൂടുതൽ ചെയ്യല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. പിന്നെ എക്സാമിന് മുന്നത്തെ ദിവസം മാത്രം പഠിക്കുന്നുണ്ട്, അത് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് അത് ഫുൾ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് നോക്കും. ഈ മോക്ക് ടെസ്റ്റ് പോലെ അത് അറ്റൻഡ് ചെയ്യോ? അതായത് ഇപ്പൊ ടൈമർ വെച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം എങ്ങനെ ചെയ്യാം? അങ്ങനെ ഞാൻ ചെയ്യാം. എനിക്ക് ഫിസിക്സും കെമിസ്ട്രി അത്ര കുഴപ്പമില്ല, ന്യൂമറിക്കൽസിലും കുറച്ച് വേഗം കിട്ടുമായിരിക്കും. എനിക്ക് എപ്പോഴും ഞാൻ സ്കൂളത്തെ എക്സാം ഏത് എക്സാം എഴുതിയാലും എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷും മലയാളം ഒഴികെ ബാക്കി എല്ലാത്തിനും സമയം ബാക്കിയുണ്ടാവും, ഒരു 20 മിനിറ്റെല്ലാം ബാക്കിയുണ്ടാവും. അപ്പോൾ എനിക്ക് അത് ഞാൻ അങ്ങനെ ടൈം സെറ്റ് ആക്കി. ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആൻസർ ചെയ്യാറ് എങ്ങനെയാ? അതായത് ഏറ്റവും ആദ്യം എളുപ്പമുള്ളത് ചെയ്യോ അതോ മാർക്ക് കൂടുതലുള്ളത് ആദ്യം അറ്റൻഡ് ചെയ്യോ? എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യാറ്? ഇംഗ്ലീഷിന് ഞാൻ മാർക്ക് കൂടുതലുള്ളത് ആദ്യമായിട്ട് 8 മാർക്സിൻ്റെ എല്ലാം ആദ്യം എഴുതും. ബാക്കി സബ്ജക്റ്റ് എല്ലാം ഞാൻ ആദ്യം മുതൽ ഓർഡർ വൈസ് അപ്പോഴും ടൈം കിട്ടുന്നുണ്ട് അല്ലെ? ഓർഡറിൽ എഴുതിയാലും മെല്ലെ എഴുതിയാലും സമയം കിട്ടുന്നുണ്ട്. നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ളത് കിട്ടും അല്ലെ? വെറുതെ വാരി വലിച്ചിങ്ങനെ കുറെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ബയോളജിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ബയോളജിയിൽ ഇങ്ങനെ പാരഗ്രാഫ് പോലെ കുറെ ഉണ്ടാവില്ലേ? അത് അങ്ങനെ തന്നെയാണ് എക്സാമിന് എഴുതാറ് അതോ പോയിന്റ് ആയിട്ട് ഹൈലൈറ്റ് ഒക്കെ ചെയ്യാറുണ്ടോ? ഞാൻ വേണ്ടത് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുണ്ട് അതിന്റെ മാത്രം ആൻസർ. കറക്റ്റ്. ഇപ്പൊ 2 മാർക്കാണെങ്കിൽ 2 മാർക്ക് കറക്റ്റ് അത്ര എഴുതും, അതിൽ ആ പോയിന്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലോ? മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് അനുസരിച്ച് എഴുതും. ഇപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 മാർക്കെങ്കിലും കുറേ സ്റ്റെപ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ വേണ്ടത് മാത്രം കുറേ ഇങ്ങനെ കട്ടാക്കി എഴുതാതെ വേണ്ടത് മാത്രം വേണ്ട സ്റ്റെപ്പ് മാത്രം എഴുതിയിട്ട്. ഇപ്പൊ നമുക്ക് +2 ലാബും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഈ ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ലാബ് അതൊക്കെ എങ്ങനെയായിരുന്നു? ഇഷ്ടമായിരുന്നു? അത് സ്കൂളിൽ സ്റ്റാർട്ടിങ് മുതലേ നേരെ കൊണ്ടുപോയിന് ലാബൊക്കെ. അപ്പോൾ അത് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം ശരിയായി. ക്ലാസ്സിൽ എങ്ങനെയാ? ഒരു പഠിപ്പിച്ച ടാഗ് ലൈൻ ഉള്ള ആളാ? ബാക്ക് ബെഞ്ചർ തന്നെ. അത് എപ്പോഴും മുണ്ടിക്കൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് പഠിക്കല, വീട്ടിൽ പോയിട്ട് പഠിക്കില്ല. ക്ലാസ്സിലും ഭയങ്കര ജോലിയാണ്, അങ്ങനെ വലിയ ബുജി ആയിട്ട് ഇരിക്കണ പരിപാടിയൊന്നുമില്ല. നന്നായിട്ട് വർത്താനൊക്കെ പറയുന്ന ചില്ലായിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പൊ അവരൊക്കെ ഞെട്ടൂല ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിട്ട് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്? ചോദിക്കാറുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ ഇപ്പോൾ വീട്ടിലേക്ക് ഒരു 5 മണിയാകുമ്പോൾ എത്തുന്നുണ്ടെങ്കിൽ 7 മണിയാകുമ്പോൾ പഠിക്കാൻ തുടങ്ങുമായിരിക്കും. പിന്നെ കുറച്ച് സമയം പഠിക്കും. അങ്ങനെ എക്സാമിന്റെ സമയത്ത് മാത്രം പഠിക്കുന്നതല്ല, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവരൊക്കെ എന്താ പറയാറ്? അവര് ചോദിക്കാറുണ്ട് നീ എന്ത് കണ്ടിട്ടാണ് പഠിക്കുന്നത്, എന്ത് റെഫർ ചെയ്യുന്നത്? ഞാൻ യൂട്യൂബും പിന്നെ ബാച്ചിന്റെ ക്ലാസ്സും ജോയിൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും ഹാപ്പിയാണ്, വീട്ടിലെല്ലാവരും ഹാപ്പിയാണ്, സന്തോഷമായിട്ട് പോണു അല്ലെ? ഇനിയിപ്പോ എൻട്രൻസും കൂടി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിലായി അല്ലെ? അപ്പൊ ഇനി നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ എന്താണ് ഒരു മെസ്സേജ് പോലെ എന്താണ് യുവശ്രീക്ക് പറയാനല്ലേ? അത് എല്ലാ സ്റ്റുഡൻസും ഒരേപോലെ ആയിരിക്കില്ല. സോ ചിലവർക്ക് കുറേ പ്രാവശ്യം ഒരു സാധനം പഠിക്കേണ്ടിണ്ടാവും, ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു സാധനം ഒരിക്കൽ പഠിച്ചാൽ അത് പിന്നെ ഓർമ്മയുണ്ടാവും. സോ അവരവർ ഇത് നോക്കിയിട്ട് അവർ നേരെ ആദ്യം മുതലേ പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ തന്നെ പഠിച്ചു തുടങ്ങണം. എല്ലാവർക്കും എന്തായാലും പഠിക്കാൻ പറ്റുന്ന ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ പറ്റും. പക്ഷെ അവരെങ്ങനെ പഠിക്കുന്ന അതനുസരിച്ച് നമ്മുടെ സ്റ്റൈൽ എന്താണ് അതനുസരിച്ച് നമ്മളെ കുറിച്ച് മനസ്സിലാവുമല്ലോ. ഞങ്ങൾ എപ്പോൾ പഠിച്ചാലും തീരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ അറിഞ്ഞ് ചെയ്താൽ തന്നെ. ഈ എക്സാം ടൈം ഒക്കെ ആകുമ്പോൾ ഫോണൊക്കെ ഇങ്ങനെ ഓഫ് ചെയ്തൊക്കെ വെക്കാറുണ്ടാവും, കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ? എക്സാം ടൈമിന് ഫുള്ള് യൂട്യൂബ് തന്നെ, ഫോൺ നോക്കിയിട്ട് തന്നെ പഠിക്കില്ല. ഡിസ്ട്രാക്റ്റഡ് ആവുമൊന്നുമില്ല? നമ്മളിപ്പോ വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്ട്രാക്റ്റഡ് ഒന്നും ആവില്ല? പഠിക്കേണ്ട സമയത്ത് ഒരു ചൂടുണ്ടാവുമല്ലോ, അതൊരു നാളെ എക്സാം എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് ഫുള്ള് ഇപ്പോൾ മുന്നത്തെ ദിവസം മാരത്തോണൊക്കെ ഉണ്ടാവുമല്ലോ, ഫുള്ള് ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ അതൊക്കെ കാണും. രാത്രിയൊക്കെ നേരം വൈകിയിരിക്കും? അപ്പൊ ഇരിക്കലുണ്ട്, 1 മണി വരെ അങ്ങനെ ഇരിക്കും. എന്നിട്ട് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീച്ചായാലും പഠിക്കും? അല്ല, എക്സാമിന്റെ സമയത്ത് ഞാൻ 1 മണിക്ക് ഉറങ്ങിയാലും 4 മണിക്കെല്ലാം എണീക്കാം. അങ്ങനെ ഉറക്കമൊക്കെ കളഞ്ഞിട്ടായാലും ഇരിക്കും, ക്ഷീണമൊന്നും ഫീൽ ചെയ്യൊന്നുമില്ല? അങ്ങനെയില്ല, എക്സാമിന്റെ സമയത്ത് അത് തോന്നലേ ഇല്ല. എക്സാം ആണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അല്ലേ? അപ്പൊ ഇതേപോലെ ഇപ്പൊ യുവശ്രീയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടു. ഇപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പഠിച്ചാലും അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഹാർഡ് വർക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എപ്പോൾ പഠിക്കുന്നു എന്നുള്ള എത്രമാത്രം നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് അല്ലേ? അപ്പൊ ചിലവരോട് നമ്മൾ എത്ര നേരത്തെ പഠിക്കാൻ പറഞ്ഞാലും കാര്യമില്ല, അവർക്ക് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചാലായിരിക്കും റെഡി ആവുക. അപ്പോൾ ആ ഒരു നിങ്ങളുടെ എന്താണോ സ്റ്റൈല് അത് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇതേപോലെ 99% ഒക്കെ വാങ്ങി നമ്മൾ ഇതേപോലെ പ്രൗഡായിട്ട് ഇരിക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഫാമിലിയിലുള്ളവരൊക്കെ എന്താ പറഞ്ഞേ? എല്ലാവരും ഇങ്ങനെ കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അടുത്തെന്തെന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഡ്രീമൊക്കെ നടക്കട്ടെ. നല്ലൊരു ഡോക്ടറായിട്ട്, വലിയൊരു ഡോക്ടറൊക്കെ ആയിട്ട് ഇതേപോലെ ഇനി വേറെയും കുറേ പേർക്കൊക്കെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.